വിനോദിന് കാശ് കൊടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമല്ല ഇപ്പോ. അഖില പറയുന്നത് പോലെ അവനെ ആ കൂട്ടുകെട്ടിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതായിപ്പോ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. അതിന് തന്റെ മോള് പറഞ്ഞു തന്നെയാ ഏറ്റവും നല്ല വഴി. തൽക്കാലം അവന്റെ പഠിപ്പ് അവിടെ നിന്ന് മാറ്റുക. വേറെ ഏതെങ്കിലും നാട്ടിലെ കോളേജിലേക്ക് മാറ്റം വാങ്ങാൻ പറ്റുമെങ്കിൽ അതാവും നല്ലത്. അവനോട് ഞാനും സംസാരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവനതിന് തയ്യാറായാ മതിയായിരുന്നു. മോളെന്നല്ല, ആര് സംസാരിച്ചാലും ആ ക്രിമിനലിന്റെ സ്വാധീനത്തിലായിരിക്കുന്നിടത്തോളം കാലം അവൻ അതൊന്നും കേൾക്കില്ല. എല്ലാം ദേവി വിചാരിക്കും പോലെ നടക്കട്ടെ, അങ്ങനെ കരുതി സമാധാനിക്കാം ഞാനിപ്പോ. എല്ലാം ശരിയാവണേ തന്നെയാ മോളെ അച്ഛൻ എന്നും മൂകാംബികമ്മയോട് പ്രാർത്ഥിക്കണത്. മോളെ, ആ സന്ദീപാ വിളിക്കുന്നേ. രണ്ടു ദിവസം മുമ്പ് കൂടി ഞാൻ വെറുതെ എങ്കിലും അയാളെ പറ്റി ഓർത്തതേ ഉള്ളൂ. ഹലോ അങ്കിൾ, ഞാൻ സന്ദീപാണ്. ഊവ്, എനിക്ക് ആളെ മനസ്സിലായി. സന്ദീപ് ഇപ്പൊ എവിടെയാ? നാട്ടിലാണോ? സുഖമായിരിക്കുന്നോ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അങ്കിളെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, അങ്കിളിനിപ്പോ എങ്ങനെയുണ്ട്? സാക്ഷാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആയുസ്സും ആരോഗ്യം തിരിച്ചു കിട്ടി. ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫല. അതെ അങ്കിള്, ദൈവൂട്ടിയുടെ പ്രാർത്ഥന അങ്കിളിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. അതെ, ആ പറഞ്ഞ കാര്യം വളരെ ശരിയാ. പിന്നെ എന്താ സന്ദീപ് വിളിച്ചത്? ഒരു ചെറിയ വിശേഷം. അടുത്ത ആഴ്ച ഞാനും അമ്മയും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓ അതെയോ? അതെന്തായാലും നന്നായി. അല്ല, ഇവിടെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്കിളെ. എല്ലാം ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പറ്റിയ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ, അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യല്ലേ. സന്ദീപിനെ വീട്ടുകാരെ ഞങ്ങൾക്കൊന്നുകൂടി കാണാമല്ലോ. ഞാൻ ദേവൂട്ടിയോട് പറയാം. ഓ ശരി അങ്കിളെ, ഞാൻ വരുന്നതിന് മുമ്പ് വിളിക്കാം. ശരി, ആയിക്കോട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ. കേട്ടോ മോളെ, അടുത്ത ആഴ്ച സന്ദീപും അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്താ കേട്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ? അവർക്കിപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നുന്നത് ചിലപ്പോ നമുക്കും കൂടി വേണ്ടിയായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതേ വിനോദിന്റെ കാര്യമാ. സന്ദീപ് വരുമ്പോ വിനോദിന്റെ കാര്യം അയാളോടൊന്ന് സംസാരിക്കാം. അയാൾ വിചാരിച്ചാല് അവന് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു കോളേജില് പഠനം തുടരാൻ പറ്റിയാലോ. അതും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ആയാലും മതിയല്ലോ. കൊണ്ടു കൊടുമോളെ. എന്തു പറ്റി കുമാരേട്ടാ? ദേവൂട്ടിക്ക് ആകെ ഒരു വല്ലായ്മ പോലെ. എന്താ അവക്ക് പറ്റിയത്? താൻ സന്ദീപിന്റെ കാര്യം പറഞ്ഞത് കേട്ടാ മോൾക്ക് ഇഷ്ടമില്ലാതെ പോയത്. ആ പയ്യന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചില്ലേ? ആയിക്കോട്ടെ, അതിനെന്താ. അതുകൊണ്ട് നമ്മളുമായിട്ടുള്ള സൗഹൃദവും അടുപ്പവും ഒക്കെ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ കുമാരേട്ടാ? ദേവൂട്ടിയുടെ ആലോചന നമ്മൾ അന്നേ വിട്ടതല്ലേ. അതിന്റെ പേരിൽ അവരോട് ശത്രുത വെച്ച് പുലർത്തേണ്ട കാര്യമില്ലല്ലോ. അല്ലേലും വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു യോഗ. അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട ആളുമായിട്ട് നടക്കും. അല്ലാതെ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ശരി തന്നെ. താൻ പറയുന്ന പോലല്ല കാര്യങ്ങള്. ആ പയ്യന്റെ ഭാഗത്തും തെറ്റുണ്ട്. ദേവൂട്ടിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ അയാൾ എന്തിനാ ദേവൂട്ടിക്ക് പ്രതീക്ഷ കൊടുത്തത്? എന്നിട്ട് ഒരു മനസാക്ഷിയില്ലാതെ വീട്ടുകാര് പറയുന്ന ബന്ധത്തിന് കൈ കൊടുക്കുകയും ചെയ്തു. വെറുതെ ആ പാവത്തിനെ മോഹിപ്പിച്ചു. എന്താ കുമാരേട്ട ഈ പറയണേ? അവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നടോ. ദേവൂട്ടിക്ക് ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അയാള് ഇപ്പൊ വീട്ടുകാരുടെ വാക്കും കേട്ട് വേറൊരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. എന്റെ ദേവി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ.
അർഹതയില്ലാത്തതൊന്നും മോഹിക്കാത്തവളാ എന്റെ കുട്ടി. എന്നിട്ടും അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം തോന്നിയെങ്കിൽ എന്റെ കുട്ടി അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? എന്റെ ഭഗവതി അമ്മേ, മൂകാംബിക അമ്മേ, അവിടുന്നില്ലാതൊരു ജീവിതം എന്റെ മോൾക്കില്ല. എന്നിട്ടും അവളുടെ ഈ ആഗ്രഹം പാഴ്മോഹമായി പോയല്ലോ അമ്മേ. എല്ലാം മറക്കാനും പൊറുക്കാനുമുള്ള ശക്തി നീ അവൾക്ക് കൊടുക്കണേ ദേവി. അമ്മേ മഹാമായി, എന്റെ കുട്ടിയെ കാത്തോളണേ. അമ്മേ ദേവി, എന്തിനാ ഇവിടേക്ക് വരുന്നത്? എന്നെ കല്യാണത്തിന് നേരിട്ട് ക്ഷണിക്കാനാണോ? വേണ്ടിയിരുന്നില്ല, ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. എന്നിട്ടും മനസ്സിൽ വെറുതെ മോഹം തന്നെ അതും ഞാൻ പോട്ടേന്ന് വെച്ചല്ലേ.